നമസ്കാരം. മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകർക്ക് ഉന്നത പദവി. വിധിക്ക് പാരിതോഷികമായി ലഭിക്കുന്നതാണോ ഓംബുഡ്സ്മാൻ പദവി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് അടുത്ത ലോട്ടറി ലഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനാക്കാൻ മന്ത്രിസഭയുടെ ശുപാർശ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കേസിലെ വിധിക്ക് പ്രത്യുപകാരമായുള്ള പാരിതോഷികമാണോ ഈ പദവി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിയാൽ ഉന്നത പദവികൾ ഉറപ്പിക്കാമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ സർക്കാരാണ്, ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായിട്ട് റിട്ടയർ ചെയ്യപ്പെട്ട മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ നിയമിക്കുവാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം, ആ തീരുമാനം തന്നെ ഇപ്പോൾ വിവാദത്തിലെത്തിയിരിക്കുന്നു. നിയമനത്തിനായിട്ട് ഗവർണർക്ക് സർക്കാർ ശുപാർശ നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ, അതായത് ഈ CMDRF എന്ന് പറയപ്പെടുന്ന അതിൽ വകമാറ്റിയ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ലോകായുക്ത ബെഞ്ചിലെ അംഗമായിരുന്നു ഇദ്ദേഹം. ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് അതുകൊണ്ട് തന്നെ പുതിയ പദവി നൽകുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസത്തെ, അതായത് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. CMDRF ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ ലോകായുക്ത വിധിയിൽ അതേ ബെഞ്ചിലെ അംഗമെന്ന നിലയിൽ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അന്ന് ക്ലീൻ ചിറ്റ് നൽകിയതിനുള്ള പ്രത്യുപകാരമായാണ് ഈ നിയമനം എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. CMDRF കേസിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തതിന്റെ ഉപകാര സ്മരണയ്ക്കാണ് പുതിയ പദവി എന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കം ഇതിനകത്ത് ഇപ്പോൾ ആക്ഷേപം ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുക. നേരത്തെ തന്നെ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായിട്ട് നിയമിക്കുവാൻ സർക്കാർ ശ്രമിച്ചത് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിയമനം നിയമവിരുദ്ധമാണ് എന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അന്ന് ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചതിനുള്ള പാരിതോഷികമാണ് എന്നും സംഘടന അന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പ്രൊഫഷണൽ കോഴ്സ് ഫീ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ സ്ഥാനത്തിന് പുറമെ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് പ്രവേശന മേൽനോട്ട സമിതി ചെയർമാൻ പദവി കൂടി അദ്ദേഹത്തിന് അന്ന് നൽകാൻ ശ്രമിച്ചിരുന്നു. ലോകായുക്ത നിയമപ്രകാരം ലോകായുക്തയോ ഉപലോകായുക്തയോ ആയി സേവനമനുഷ്ഠിച്ചവർ വിരമിച്ച ശേഷം സർക്കാർ ആനുകൂല്യം ലഭിക്കുന്ന പദവികൾ വഹിക്കുന്നത് നിരോധിക്കുന്ന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന്റെ നിയമനം എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വാദിച്ചിരിക്കുന്നത്. CMDRF വകമാറ്റിയ കേസിലെ പരാതിക്കാരനും പൊതുപ്രവർത്തകനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള RS ശശികുമാർ ഇതുമായിട്ട് രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആ നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ്. ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച പരാതിക്ക് സാധ്യതയുണ്ട് എന്നും പരാതി ലോകായുക്തയ്ക്ക് പരിഗണിക്കാമെന്നും ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് അധ്യക്ഷനായിട്ടുള്ള ലോകായുക്തയുടെ 3-അംഗ ബെഞ്ച് നേരത്തെ ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഹർജിയിൽ ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫും ഒപ്പം ഉപലോകായുക്തയായിരുന്ന ജസ്റ്റിസ് ഹാറൂൺ ഉൽ റഷീദും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്ന് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ ഉൾപ്പെടുത്തി പുതിയ 3-അംഗ ഫുൾ ബെഞ്ച് രൂപീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ബെഞ്ച് പരാതിയുടെ സാധ്യത വീണ്ടും പരിശോധിച്ച് ഹർജി തള്ളുകയായിരുന്നു. പുനഃപരിശോധന അധികാരമില്ലാത്ത ജസ്റ്റിസ് ബാബു മാത്യു ജോസഫ് ഉൾപ്പെട്ട ബെഞ്ച് മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ഹർജി പുനഃപരിശോധിക്കാൻ തയ്യാറായി എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. അതിനകത്ത് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതായത് മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയത് കൊണ്ടാണോ ഇത്തരത്തിലൊരു ഉന്നത പദവി ഇദ്ദേഹത്തിന് ലഭിച്ചത്, ഉപലോകായുക്തയായിരുന്ന ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് ലഭിച്ചത് എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയപ്പെടുന്നത്. ഇത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഓംബുഡ്സ്മാനായിട്ട് റിട്ടയർ ചെയ്യപ്പെട്ട ഇദ്ദേഹത്തിന് എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പദവി എന്നുള്ളതാണ് വലിയ ചോദ്യമായി നിലനിൽക്കുന്നത്. മാത്രമല്ല, ലോകായുക്തയോ ഉപലോകായുക്തയോ ആയിട്ട് പെൻഷൻ പറ്റിയതിനു ശേഷം അല്ലെങ്കിൽ ആയിട്ട് സേവനമനുഷ്ഠിച്ചവർ വിരമിച്ച ശേഷം അവർ സർക്കാർ ആനുകൂല്യം ലഭിക്കുന്ന പദവികൾ വഹിക്കുന്നത് നിരോധിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമനമാണ് ഈ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കേണ്ട ഒരു കാലഘട്ടമാണ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്കിത് സ്തുതിപാഠകർക്ക് ഉന്നത പദവി നൽകുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകർക്ക് ഉന്നത പദവി നൽകുന്ന തരത്തിലേക്ക് ഇതെല്ലാം എത്തുന്നുണ്ടോ, പിൻവാതിൽ നിയമനങ്ങൾ ശക്തമായിട്ട് വീണ്ടും നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇതുപോലുള്ള രക്ഷപ്പെടുത്തിയെടുക്കപ്പെടുന്ന വിധികൾ ഉണ്ടാകുമല്ലോ, അത്തരത്തിലുള്ള വിധികൾ ഉണ്ടാകുമ്പോൾ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്നതുപോലെ ഇങ്ങനെ പദവികൾ വച്ചു നീട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരള സർക്കാർ തരം താഴ്ന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാകുന്നു.